ഹായ്, അത്യാവശ്യം കുട്ടികൾ സ്കിപ്പ് ചെയ്യുന്നൊരു ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വൈ? എന്തുകൊണ്ട്? ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 4 മാർക്കാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നല്ലതുപോലെ പഠിക്കാനുണ്ട്. ഞാൻ കുറച്ച് ഇൻ്റഗ്രേഷൻസ് ഒക്കെ നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാണ് ഇവർ ഇത് സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് ഈ ചാപ്റ്റർ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 4 മാർക്ക് നിങ്ങൾക്കത് ഈസി ആയിട്ട് പോക്കറ്റിലാക്കാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതിലാകെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അതായത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള 3 ടൈപ്പ് മെത്തേഡ്. ആ 3 ടൈപ്പ് മെത്തേഡ് നമുക്കൊന്ന് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കാം. ഓരോന്നും 2 ചോദ്യങ്ങൾ വെച്ച് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ആൻഡ് പിന്നെ ഒരു ഡിഗ്രിയും ഓർഡറും കാണുന്ന ഒരു ക്വസ്റ്റ്യനും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ചോദ്യമാണെങ്കിലും ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടാകും. ആൻഡ് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് വരുന്നു. നോക്ക്, ദ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ ആദ്യം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി പറയാം. അതിൻ്റെ മുമ്പ് നോക്ക്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാനിവിടെ ഇങ്ങനെ എഴുതി: ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 6 പ്ലസ് 6 ഈക്വൽ ടു 0. ഹോൾ റൈസ് ടു 6 തന്നെ കിടക്കട്ടെ, വെറുതെ ഒരു രസം. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും ഡിഗ്രിയും ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പറയാം? ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവാണ്. ഇവിടെ 3rd ഡിഗ്രി ഉണ്ട്, 3rd ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്, 2nd ഓർഡർ ഡെറിവേറ്റീവ് ഉണ്ട്. ഹയസ്റ്റ് ഏതാ? 3rd ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ വരുന്നത് 3 മനസ്സിലായോ? അപ്പോൾ ഈ 2nd കൊടുക്കാൻ പറ്റുമോ? ഇല്ല. 3rd ഹയസ്റ്റ് ഉണ്ടല്ലോ, ഹയസ്റ്റ് ഏതാണോ അത് കൊടുക്കുക. അപ്പോൾ ഹയസ്റ്റ് 3 വരുന്നത് 3rd ഓർഡർ. ഇനി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഹയസ്റ്റ് ഓർഡർ ആയിട്ട് വരുന്ന ഒന്നുണ്ടാവുമല്ലോ, അതിൻ്റെ പവർ എന്താ നോക്കുക. ആക്ച്വലി ഇതിൻ്റെ പവറിലൊന്നുമില്ല. പവറിലൊന്നുമില്ലെങ്കിൽ ഒന്നുണ്ട് എന്നർത്ഥം, റേസ് ടു 1 ആണെന്നാ. അതിൻ്റെ പവർ എന്താണോ അതാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി. അപ്പോൾ ഹയസ്റ്റ് പവർ ആണ്, പക്ഷേ ഹയസ്റ്റ് ഓർഡർ ഏതാണോ അതിൻ്റെ ഹയസ്റ്റ് പവറും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഓർഡർ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ആണ്. അതിൻ്റെ പവർ അപ്പോൾ വരുന്നത് 1 ആണ്. അപ്പോൾ ഡിഗ്രി 1. അല്ലാതെ പവർ ഇവിടെ ഹയസ്റ്റ് 6 വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഡിഗ്രി 6 ചെയ്തരുത്. കാര്യം മനസ്സിലായോ? യെസ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓർഡർ ആൻഡ് ഡിഗ്രി പറ. ഈ ഒരു ചോദ്യം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓർഡർ ആൻഡ് ഡിഗ്രി, ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് ഓർഡർ ഇവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഏതാണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ സെക്കൻഡ് ഓർഡർ. അപ്പോൾ അതിൻ്റെ ഡിഗ്രി സാർ അതിൻ്റെ ഹയസ്റ്റ് പവർ വരുന്നത് 1 അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി 1 ആയിരിക്കൂലേ എന്ന് നിങ്ങൾ ചോദിക്കും. നോ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഡിഗ്രി ഡിഫൈൻ ചെയ്തിട്ടില്ല. വൈ? നോട്ട് ഡിഫൈൻഡ്. ചില ഡിഫറൻഷ്യൽ ഇക്വേഷന് ഡിഗ്രി ഉണ്ടാകില്ല. അത് ഏത് കേസിലായിരിക്കും? ഇങ്ങനെ ഈ റൈസ് ടു, അതിൻ്റെ ഈ റൈസ് ടു എഴുതി അവിടെ എക്സ് എഴുതേണ്ട സ്ഥാനത്ത് ഡി വൈ ബൈ ഡി എക്സ് എഴുതി, അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എഴുതി, അല്ലെങ്കിൽ സൈനിൻ്റെ ഉള്ളിൽ ഡി വൈ ബൈ ഡി എക്സ് എഴുതി. ഇങ്ങനത്തെ കേസിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താ നോക്കേ? ഇത് നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതെങ്ങനെയാണ് നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരിക? ഇ റൈസ് ടു ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ സൈൻ ഡി വൈ ബൈ ഡി എക്സ് ഇങ്ങനെയൊക്കെ. അതായത് ഒരു ഫംഗ്ഷൻ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതേണ്ട സ്ഥാനത്ത് അവിടെ ഒരു ഡെറിവേറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഡിഗ്രി ഡിഫൈൻഡ് ആയിരിക്കില്ല. Of tangent to a curve at any point is twice the x coordinate of point of the curve passes through the point 1,4. Find its equation. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എങ്ങനെ മനസ്സിലാക്കി വെക്കുക? ആദ്യം നിങ്ങളൊരു കാര്യം നോക്കും. ചോദ്യം ശ്രദ്ധിച്ചേ. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ടു എ കർവ് അറ്റ് എനി പോയിന്റ്. അപ്പോൾ ഒരു കേവ് ഉണ്ട്, ഒരു കേവിന് നമ്മൾ y is equal to f of x എന്ന് പറഞ്ഞു കൊടുക്കുന്നു. y is equal to f of x എന്ന് പറയുന്ന ഒരു കേവ് ഉണ്ട്. അപ്പോൾ ഈ കേവിൻ്റെ ഒരു ടാൻജന്റ് ഉണ്ട്. ഒരു ടാൻജന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ വരും. ആ ടാൻജന്റ് ആ ഒരു കേവിന് ഒരൊറ്റ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്നതിനല്ലേ ടാൻജന്റ് എന്ന് പറയാം. അപ്പോൾ ഈ ടാൻജന്റിൻ്റെ സ്ലോപ്പ് നമ്മൾ ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ആണ് കേവെങ്കിൽ, ഈ ടാൻജന്റിൻ്റെ സ്ലോപ്പ് നമ്മൾ പറയുക ഡി വൈ ബൈ ഡി എക്സ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. സ്ലോപ്പ് ഈസ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ആ ടാൻജന്റിൻ്റെ സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ്. ടാൻജന്റിൻ്റെ സ്ലോപ്പ് ഡി വൈ ബൈ ഡി എക്സ് ആണെങ്കിൽ നിങ്ങളോട് എന്താ പറഞ്ഞത്? അതൊരു എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റിലാണെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ ലൈനിൽ ഒരു പോയിന്റ്, ജനറൽ പോയിന്റ് ആണ് എക്സ് വൈ എന്ന് വിചാരിച്ചോ. അറ്റ് എനി പോയിന്റ് എന്ന് പറഞ്ഞിട്ടില്ലേ? ട്വൈസ് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്. എക്സ് കോർഡിനേറ്റ് എന്താ? എക്സ് തന്നെ. അതിൻ്റെ ട്വൈസ്, അതായത് 2x. ട്വൈസ് ദ എക്സ് കോർഡിനേറ്റ് ആരാ പറഞ്ഞത്? സ്ലോപ്പ് ഓഫ് ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ട്വൈസ് ദ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ 2x ആണ്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഡി വൈ ബൈ ഡി എക്സ്. അത് എക്സ് കോർഡിനേറ്റിന്റെ ട്വൈസ് ആണെങ്കിൽ 2x. ഓക്കെ, ഏത് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യും? നമുക്ക് y ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു സംഭവം വേണം. ആൻഡ് 1,4 കൂടി പാസ് ചെയ്യുന്ന സമയത്തുള്ള ഇക്വേഷനാണ്. അപ്പോൾ
പെർട്ടിക്കുലർ സൊല്യൂഷനെ ഫൈൻഡ് ചെയ്യേണ്ടി വരിക. ഇത് ജനറൽ സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടി വരിക പെർട്ടിക്കുലർ സൊല്യൂഷനാണ്. നോക്കിക്കും, രണ്ട് ഭാഗത്തും y ഉള്ളതൊക്കെ ഒരു ഭാഗത്താക്കാം. ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പോൾ dy ഈസ് ഈക്വൽ ടു 2x dx എന്ന് കൊടുത്തു. ഇൻ്റഗ്രേറ്റ് രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ഡിവൈന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ y 2 കോൺസ്റ്റൻറ്റ് പുറത്ത് എക്സ് ഡി എക്സ് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2 അല്ലേ കിട്ടുക, പ്ലസ് അവസാനം ഒരു സിയും കൂടി കൊടുക്കാം. 2 2 ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ y ഈസ് ഈക്വൽ ടു x² + c എന്ന് കിട്ടും. ഇതാണ് ജനറൽ സൊല്യൂഷൻ. പക്ഷെ നമുക്ക് ജനറൽ സൊല്യൂഷൻ അല്ല വേണ്ടത്. നോക്ക്, ഇതിനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുക, ജനറൽ സൊല്യൂഷൻ. ബട്ട് വി വാണ്ട് ആക്ച്വലി പെർട്ടിക്കുലർ സൊല്യൂഷൻ. ആ കേവിൻ്റെ ഇക്വേഷൻ ആക്ച്വലി y ഈസ് ഈക്വൽ ടു x² + c എന്ന് വരിക. അവിടെ y ഈക്വൽ ടു f(x) എന്ന് പറയുന്നതല്ലേ കേവ്. പക്ഷേ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട് 1 4. 1 4 ആ കേവിലെ പോയിന്റ് ആകുന്ന സമയത്ത് ഇതാ നോക്ക്, 1 4 ഈസ് എ പോയിന്റ് ഓൺ കേവ്. 1 4 ഈസ് പോയിന്റ് ഓൺ കേവ്, പോയിന്റ് ഓൺ കേവ്. അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനിലെ ഒരു പോയിന്റ് ആണ് 1 4 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കേവിൽ ഒരു പോയിന്റ് ആണ്. ഫംഗ്ഷനിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുക്കുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 4 ആയിരിക്കും. അങ്ങനെയൊന്നും മനസ്സിലാക്കണ്ട. അപ്പോൾ 1 4 ഈസ് എ പോയിന്റ് ഓൺ കേവ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കേവ് എന്താ? y ഈസ് ഈക്വൽ ടു x² + c. നിങ്ങൾ ഇവിടെ എക്സിന് പകരം 1ഉം വൈക്ക് പകരം 4ഉം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു x² + c. കാരണം ഇതൊരു കോർഡിനേറ്റ് അല്ലേ, x കോർഡിനേറ്റ് 1 y കോർഡിനേറ്റ് 4. അപ്പോൾ ദാ വൈക്ക് പകരം 1, അപ്പോൾ ദാ 4 ഈസ് ഈക്വൽ ടു x². എക്സിന് പകരം 1, അപ്പോൾ ദാ 1² + c. 1² ഇങ്ങോട്ട് വന്നാൽ 4 - 1 ഈസ് ഈക്വൽ ടു c. അതായത് സിയുടെ വാല്യൂ എന്തായിരിക്കും? 3. സിയുടെ വാല്യൂ 3 ആണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദാറ്റ് കേവ്, ആ കേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് കേവ്. ഇതൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ആട്ടോ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂസ് നിങ്ങൾ ആ ഇക്വേഷൻ ജനറൽ സൊല്യൂഷന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടും. അത് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ സിൻ്റെ വാല്യൂ 3 അല്ലേ, അപ്പോൾ അതാ ഇക്വേഷൻ ഓഫ് കേവ് y ഈസ് ഈക്വൽ ടു x² + സിൻ്റെ വാല്യൂ 3 ആയതുകൊണ്ട് y ഈസ് ഈക്വൽ ടു x² + 3. ഇത്രയുള്ള പരിപാടി പഠിച്ചു വെക്കണേ. ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത സിമ്പിൾ കാര്യങ്ങളാണ്, ചെയ്യാൻ മനസ്സിലാക്കി വെക്കണം. ആൻഡ് അടുത്തത്, solve the differential equation dy/dx is equal to x plus y/x. ഇതെന്തായാലും വേരിയബിൾ സെപ്പറബിൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ ഈ ബൈ ഡി എക്സ് ഇങ്ങോട്ട് കൊണ്ടുവരണം, പിന്നെ x + y ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ എക്സ് വൈ ഉള്ളത് ഈ ഭാഗത്ത് വന്നു, വീണ്ടും എക്സും മാത്രമുള്ളത് ഒരു ഭാഗത്ത് വന്നു. അപ്പോൾ എക്സ് ഉള്ളത് ഈ ഭാഗത്തും വന്നു. നോട്ട് പോസിബിൾ. ഇത് രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അല്ലെങ്കിലോ രണ്ടാമത്തത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടും ഇത് സോൾവ് ചെയ്യാം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് x/x + y/x എന്ന് വരും. ആൻഡ് ഇതാ ഇവിടെ dy/dx വന്നു. ഇത് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് dy/dx - y/x ഈസ് ഈക്വൽ ടു x/x എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ ഇതാ വൈയുടെ കൂടെ ഉള്ളത് -1/x, ഇതിനെ p ആയിട്ടും ഈ 1നെ നിങ്ങൾ q ആയിട്ടും എടുത്താൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കിയിട്ടും സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ സോൾവ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തുകൊണ്ട് ചെയ്താലും ഒരു തെറ്റുമില്ല, ആൻസർ കറക്റ്റ് കിട്ടും. പക്ഷേ ഇത് ഹോമോജീനിയസ് വെച്ചാണ് സ്ഥിരമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ചിലപ്പോൾ നിങ്ങളോട് സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഷോ ദാറ്റ് ഇറ്റ് ഈസ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യും? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഹോമോജീനിയസ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങനെ പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഹോമോജീനിയസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ തന്നെ f(λx, λy) ഈസ് ഈക്വൽ ടു λ⁻0 f(xy) എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ് നിങ്ങളുടെ f(xy) dy/dx. dy/dx ആയിട്ട് കിട്ടുന്നത് എന്താണോ അതാണ് നമ്മൾ f(xy) ആയിട്ട് എടുക്കുക. അതായത് എക്സിൻ്റെയും വൈൻ്റെയും ടേമിൽ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ. ഇനി f(λx, λy) ആണ് നമ്മൾ കണ്ടെത്തിയിട്ട് f(xy)ക്ക് ഈക്വൽ ആണെന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ f(λx, λy) എടുക്കുന്ന സമയത്ത് ഇവിടെ എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ λx കൊടുക്കും, എവിടെയൊക്കെ y ഉണ്ടോ അവിടെയൊക്കെ λy കൊടുക്കും, എവിടെയൊക്കെ x ഉണ്ടോ അവിടെയൊക്കെ λx കൊടുക്കും. കാരണം എക്സിന് പകരം λxും വൈക്ക് പകരം λy കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നിങ്ങളൊന്ന് അടിപൊളിയാക്കി എഴുതുമ്പോൾ പഴയ ഫോമിലേക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഈ ലാംഡ ഉണ്ട്, ഇവിടെ ഈ ലാംഡ ഉണ്ട്. ലാംഡ കോമൺ എടുക്കുക. ഇവിടെ നിന്ന് എടുത്താൽ എക്സ്, ഇവിടെ നിന്ന് ലാംഡ എടുത്താൽ വൈ. അപ്പോൾ x + y. ഡിനോമിനേറ്ററിൽ ഒരു λx ഉണ്ട്. മുകളിൽ നിന്നും താഴെ നിന്നും ലാംഡ നിങ്ങൾ ക്യാൻസൽ ചെയ്യും. ഇവിടെ നിന്ന് ഒരു ലാംഡയും ഇവിടെ നിന്ന് ഒരു ലാംഡയും ക്യാൻസൽ ചെയ്താൽ നിങ്ങളുടെ പഴയ ഫോമിലായി x + y/x ഫോമിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദാ നോക്ക്, f(λx, λy) ഈസ് ഈക്വൽ ടു f(xy) എന്ന് എഴുതാം. f(xy) ഇത് സാധാരണ രീതിയിൽ വിത്ത് ഡിഗ്രി 0 എന്നൊക്കെ പറയാറുള്ളത്. അപ്പോൾ വിത്ത് ഡിഗ്രി 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. കാരണം 0 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ഒരു λ⁻0 ഇട്ട് കൊടുത്താൽ മതി. λ⁻0 എന്ന് പറഞ്ഞാൽ ഡിഗ്രി 0 എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊന്നും വേണമെന്നില്ല, ഇത്ര മതി. അതായത് f(λx, λy)ന് f(xy) എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹോമോജീനിയസ്. അപ്പോൾ എന്താണ്? f(xy) ഈസ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. റെഡി? ഓക്കെ.
ഇനി എന്താ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അത് സോൾവ് ചെയ്യേണ്ട മെത്തേഡ് dy/dx എന്ന് പറഞ്ഞാണ് തന്നതെങ്കിൽ നോക്കണേ, dy/dx എന്നാണ് നിങ്ങളുടെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉള്ളതെങ്കിൽ ലെറ്റ് y/x പകരം നിങ്ങൾ v ആയിട്ട് എടുക്കുക. y/x പകരം v ആയിട്ട് എടുക്കുക. അപ്പോൾ y = എന്തായിരിക്കും? vx. y = vx. ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ y ഉണ്ടോ അവിടെയൊക്കെ പിന്നെ നമ്മൾ vx കൊടുക്കുക. x പകരം ഒന്നും കൊടുക്കില്ല. ഇനി dy/dx റീപ്ലേസ് ചെയ്യും കേട്ടോ. നോക്കിക്കോ, dy/dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. dy/dx ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ, ആദ്യം v അവിടെ വെക്കുന്നു, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 പ്ലസ് എക്സ് അവിടെ വെക്കുന്നു, വിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dv/dx. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളാണ് ഇനി നിങ്ങൾ അതിൽ യൂസ് ചെയ്യുക. ഈ രണ്ട് സംഭവങ്ങൾ റെഡി. അതായത് ഇവിടെ നോക്ക്, dy/dx എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഇക്വേഷൻ ഉള്ളത്. നിങ്ങളുടെ സോൾവ് ചെയ്യേണ്ട ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx = x പ്ലസ് y/x. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം dy/dx പകരം അത് v പ്ലസ് എക്സ് dv/dx റീപ്ലേസ് ചെയ്യുക. എക്സ് ഉള്ളിടത്ത് എക്സ് തന്നെ, y എവിടെ ഉണ്ടോ അവിടെയൊക്കെ vx കൊടുക്കുക. vx ഡിവൈഡഡ് ബൈ ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ, ഇവിടെ എക്സ് തന്നെ അല്ലേ, അപ്പോൾ എക്സ് ഒന്നുകൂടി അടിപൊളിയാക്കിയത് v പ്ലസ് എക്സ് dv/dx. അവിടെയൊക്കെ എക്സ് കോമൺ അല്ലേ, എക്സ് കോമൺ പുറത്തെടുത്താൽ ഇവിടെ നിന്ന് എക്സ് എടുത്താൽ 1 കിട്ടുക, ഇവിടെ നിന്ന് എക്സ് എടുത്താൽ പിന്നെ v ഉണ്ടാവുക, ഡിനോമിനേറ്ററിൽ ഒരു എക്സ്. ആ മുകളിൽ നിന്നും താഴെ നിന്നും നിങ്ങൾ എക്സും എക്സും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഈ എക്സ് പോട്ടെ, ഈ എക്സ് പോട്ടെ, അപ്പോൾ 1 പ്ലസ് v മാത്രമേ ബാക്കി ഉണ്ടാവൂ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ v പ്ലസ് എക്സ് dv/dx ഉണ്ട് ആൻഡ് റൈറ്റ് സൈഡിൽ അവിടെ ബാക്കിയുള്ളത് ഒരു 1 പ്ലസ് v ആ, 1 പ്ലസ് v. രണ്ട് ഭാഗത്തും v കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഈ വിയും ഈ വിയും ഒന്ന് ക്യാൻസൽ ചെയ്യും, വിയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി എന്താ ബാക്കിയുള്ളത്? എക്സ് dv/dx വിച്ച് ഈസ് ഈക്വൽ ടു 1. എക്സ് dv/dx വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇത് വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ പറ്റും. എങ്ങനെ? എക്സ് ഉള്ളതൊക്കെ ഒരു ഭാഗത്തും വി ഉള്ളതൊക്കെ ഒരു ഭാഗത്തും ആക്കിക്കോ, ഡി എക്സ് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ഇവിടെ ഡി വി മാത്രമാവും. 1 ഇൻറ്റു dx എന്ന് പറഞ്ഞാൽ dx ഇൻറ്റു എക്സ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബൈ എക്സ്. ഇനി രണ്ട് ഭാഗത്തും നിങ്ങൾ എന്ത് ചെയ്യുക? വേരിയബിൾ സെപ്പറബിൾ. ഇതിലും നിങ്ങൾ വേരിയബിൾ സെപ്പറബിൾ യൂസ് ചെയ്യണം കേട്ടോ. രണ്ട് ഭാഗത്തും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഡി വി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇൻ്റഗ്രൽ ഡി എക്സ് ആണ് എക്സ് അല്ലേ, ഇൻ്റഗ്രൽ ഡി വി ആണ് വി. ഡി എക്സ് ബൈ എക്സ് എന്താ? ലോഗ് മോഡ് എക്സ് അല്ലെങ്കിൽ ലോഗ് എക്സ് പ്ലസ് അവസാനം ഒരു സിയും കൂടി കൊടുക്കുക. ആൻഡ് വാട്ട് ഈസ് വി? വി എന്തായാലും റീപ്ലേസ് ചെയ്യണം. വിക്ക് പകരം നിങ്ങൾ കൊടുത്തത് y/x ആയതുകൊണ്ട് y/x ഈസ് ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഈ ബൈ എക്സ് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ y ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് സി. ഇതാണ് എന്ത്? നിങ്ങളുടെ ആൻസർ. വേണമെങ്കിൽ എക്സിന് വെച്ചൊന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്തോ, എക്സ് ലോഗ് എക്സ് പ്ലസ് സി എക്സ് എന്ന് കിട്ടും. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കായി. ഇത് ചെയ്യണമെന്നില്ല, ഇത് ചോദിച്ചിട്ടില്ല, ഇത് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്താൽ മതി. ഇത് ഞാൻ വെറുതെ ചെയ്തെന്നുള്ളൂ കേട്ടോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ഇതേ മോഡലിൽ തന്നെ ഒന്നുകൂടി നോക്കിക്കാം. ചോദ്യം: കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ്പ്രസ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം dy/dx ഈക്വൽ ടു f(x, y). അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു എന്തായാലും ഹോമോജീനിയസ് വെച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ ഹോമോജീനിയസിൻ്റെ രീതി തന്നെ ചിന്തിച്ചാൽ മതി. അപ്പോൾ നോക്ക്, ഇത് f(x, y) എന്ന് പറയുന്ന രീതിയിൽ ആക്കി മാറ്റണം. അതായത് dy/dx ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷന് മാറ്റണം. എങ്ങനെ മാറ്റും? അവിടെ ഒരു dx ഉള്ള ടേം ഇല്ലേ, dx ഉള്ളതൊക്കെ ഒരു ഭാഗത്താക്കിക്കും. അപ്പോൾ ഇക്വേഷൻ ഇതാ ഇങ്ങനെ വരും. ഫസ്റ്റ് തന്നെ എക്സ് dy ഈസ് ഈക്വൽ ടു, അവിടെ ഒരു √x² പ്ലസ് y² dx ഉണ്ട്. √x² പ്ലസ് y² dx. ആ മൈനസ് y dx അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്ലസ് y dx ആയി. ഓക്കെ. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ എക്സ് dy ഈസ് ഈക്വൽ ടു, ഇവിടെ നിന്ന് നിങ്ങൾ dx കോമൺ എടുക്കുക. dx കോമൺ എടുത്താൽ √x² പ്ലസ് y² പ്ലസ് y ഇങ്ങനെ മാറ്റി എഴുതാം. ഓക്കെ. നമുക്ക് dy/dx ഈക്വൽ ടു എന്ന് പറഞ്ഞാലേ വേണ്ടത്. അപ്പോൾ ഈ എക്സിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ dy/dx ഈസ് ഈക്വൽ ടു √(x² പ്ലസ് y² പ്ലസ് y ഓൾ ഡിവൈഡഡ് ബൈ എക്സ്. നോക്ക്, dy/dx ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണെന്ത്? dy/dx ഈക്വൽ ടു f(x, y). ഇതാണ് നിങ്ങളുടെ ആ f(x, y) എന്ന് പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ. ഓക്കെ. വൈയുടെയും എക്സിൻ്റെയും ടേമിലുള്ള ആ ഒരു ഫംഗ്ഷനാണ്, എക്സിൻ്റെയും വൈൻ്റെയും ടേമിലുള്ള ആ ഒരു ഫംഗ്ഷൻ. കിട്ടിയല്ലോ. ഇനി നിങ്ങളോട് അത് ഹോമോജീനിയസ് ആണെന്ന് കാണിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്? ഹോമോജീനിയസ് ആണെന്ന് കാണിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി 0 എന്നാണ് കാണിക്കേണ്ടത്. നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം f(x, y) അവിടെ ഉണ്ടല്ലോ, f(λx, λy) എടുക്കും. അതായത് എങ്ങനെയാ ചെയ്യാം? ഇതാണ് ഇപ്പോൾ f(x, y). dy/dx ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടിയത് എന്താണോ അതാണ് f(x, y). എക്സ് ഉള്ള സ്ഥാനത്തൊക്കെ നിങ്ങൾ ആക്ച്വലി ആരെ കൊടുക്കുക? λx-ഉം. y ഉള്ള സ്ഥാനത്തൊക്കെ ആരെ കൊടുക്കുക? λx-ഉം കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും. ആദ്യം തന്നെ x² അല്ലേ, അപ്പോൾ λx² എന്ന് വരും. ആൻഡ് y² അല്ലേ, y²ന് λy² എന്നും വരും. λx² ഉം λy². ആൻഡ്
പ്ലസ് പിന്നെ നോക്ക് വൈ ഉള്ള സ്ഥാനത്ത് ലാംഡ വൈ ഓൾ ഡിവൈഡഡ് ബൈ എക്സ് ഉള്ള സ്ഥാനത്ത് ലാംഡ എക്സ്. ഈ ലാംഡകളൊക്കെ ഒഴിവാക്കി പോകണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. ഇത് ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ എന്നും ഇത് ലാംഡ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് വരും. ഞാൻ മുകളിൽ നിന്നേ ഇവിടുന്ന് ഒരു ലാംഡ സ്ക്വയർ കോമൺ എടുത്തൂടെ? കാരണം ഇവിടെ ഒരു ലാംഡ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ലാംഡ സ്ക്വയർ വരും. അങ്ങനെയാണ് ബ്രാക്കറ്റിൽ എന്താ വരിക? പിന്നെ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ബാക്കി ഉണ്ടാവുക. ഇവിടുന്ന് ലാംഡ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് വരും. ആ വൈ സ്ക്വയർ നമുക്ക് ബ്രാക്കറ്റിൽ ഇടാം. അപ്പോൾ ലാംഡ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് വന്നു. പ്ലസ് പുറത്തൊരു ലാംഡ വൈ ഉണ്ട്. ദാറ്റ്സ് ഗുഡ്. ഡിനോമിനേറ്ററിൽ ലാംഡ എക്സ് ഉണ്ട്. ലാംഡ സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ലാംഡ അല്ലേ? അപ്പോൾ പുറത്ത് ലാംഡ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ലാംഡ വൈ ഡിവൈഡഡ് ബൈ ലാംഡ എക്സ് എന്ന് എഴുതിക്കൂടെ? തെറ്റുണ്ടോ? ഈ ലാംഡകളൊക്കെ കോമൺ ആക്കി പുറത്തെടുത്തിട്ട് ക്യാൻസൽ ചെയ്യും. ലാംഡ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ലാംഡ അവിടെ ഈ പ്ലസ് വൈ അല്ലേ, ലാംഡൻ്റെ കൂടെ ഉള്ളത് വൈ ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു ലാംഡ എക്സ് ഉള്ളത്. യെസ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ ലാംഡയും പോട്ടെ. ഇപ്പം നിങ്ങളുടെ ആദ്യത്തെ ഫംഗ്ഷൻ തന്നെ അല്ലേ? നോക്കും, ആദ്യത്തെ ഫംഗ്ഷൻ തന്നെ. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതുക, എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ ഈസ് ഈക്വൽ ടു നിങ്ങളുടെ ആദ്യത്തെ ഫംഗ്ഷൻ തന്നെയാണ്. അവിടെ ഞാൻ ഒരു ലാംഡ റൈസ് ടു 0 കൊടുക്കുന്നു. ലാംഡ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. അപ്പോൾ ഓർഡർ 0 ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 0 എന്ന് പറഞ്ഞാൽ അവിടെ ലാംഡ റൈസ് ടു 0 ഉണ്ടാകും ഇങ്ങനെ ഈ ഒരു ഫോമിൽ എഴുതുന്ന സമയത്ത്. അപ്പോൾ ബാക്കിയുള്ളത് നോക്ക്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, എഫ് ഓഫ് ലാംഡ എക്സ് ലാംഡ വൈ വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ റൈസ് ടു 0 ഇൻ ടു എഫ് ഓഫ് എക്സ് വൈ. സോ നമുക്ക് എന്ത് ഉറപ്പിക്കാം? ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഹോമോജീനിയസ് വിത്ത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഡിഗ്രി 0 ആയിട്ടുള്ള ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണിത്. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് വെച്ച് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാം. ഇതാണല്ലോ ഇപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന സമയത്ത് dy ബൈ dx ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു തന്നു. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ y ബൈ എക്സിന് പകരം നിങ്ങൾ v ആയിട്ട് എടുക്കുക, y ഈസ് ഈക്വൽ ടു വി എക്സ് ആയിട്ട് എടുക്കുക, dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് v പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ആയിട്ടും എടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ട് ഭാഗത്തും ഈ സംഭവങ്ങൾ നമ്മുടെ കിട്ടിയിട്ടുള്ള ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ്, dy ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ്. ഇങ്ങനെയല്ലേ? നിങ്ങളതാ dy ബൈ ഡി എക്സിന് പകരം അത് കൊടുക്കുക, വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഞാൻ പറഞ്ഞു എവിടെയാണ് നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടത്? വൈ ഉള്ള സ്ഥാനത്ത് മാത്രം വി എക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ വരും, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ ഉള്ള സ്ഥാനത്ത് വി എക്സ് കൊടുത്താൽ വി എക്സ് ദ ഹോൾ സ്ക്വയർ വരും. അതായത് വി സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് വരും പ്ലസ് ഇവിടെ എന്ത് വരും? വി എക്സ് വരും ഓൾ ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും മാറ്റുന്ന സമയത്ത് നോക്കിക്കേ, ഇവിടെ ഒരു വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഉണ്ട്. വലിയ ചോദ്യമാണ് കേട്ടോ, ഭയങ്കര ഈസി ഉള്ളതൊന്നുമല്ല. വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് ഒരു എക്സ് സ്ക്വയർ കോമൺ എടുക്കട്ടെ. എക്സ് സ്ക്വയർ കോമൺ എടുത്തിട്ടുണ്ട്, റൂട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ്. എക്സ് സ്ക്വയർ കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എക്സ് സ്ക്വയർ എടുത്താൽ 1 വരും, ആൻഡ് ഇവിടുന്ന് എക്സ് സ്ക്വയർ കോമൺ എടുത്തിട്ടുണ്ടെങ്കിൽ വി സ്ക്വയർ വരും. ഓക്കെ, പ്ലസ് ഇവിടെ പുറത്താനുള്ളത് ഒരു വി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? എക്സ്. എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ എക്സാ കിട്ടുക. അങ്ങനെയാണെങ്കിൽ പുറത്ത് നോക്ക്, എക്സ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ പ്ലസ് വി എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. ഡിനോമിനേറ്ററിൽ എക്സ് വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. എക്സ് ഇൻറ്റു കോമൺ എടുത്താൽ അവിടെ റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ, ഇവിടുന്ന് എക്സ് കോമൺ എടുത്താൽ ഒരു വി, ഡിനോമിനേറ്ററിൽ ഒരു എക്സ്, ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് ആട്ടോ. ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ട്, മനസ്സിലാക്കുക. ഭയങ്കര വലിയ ചോദ്യമാണ്, പക്ഷേ ഈ ടൈപ്പൊക്കെ ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ഈ എക്സും ക്യാൻസൽ ചെയ്തു. ഓക്കെ, ആ എക്സും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ക്യാൻസൽ ചെയ്യാണ്ടോ? അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇനിയും ക്യാൻസൽ ചെയ്യേണ്ടത് നോക്കിക്കും. അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ വരിക, വി പ്ലസ് എക്സ് ഡി വി ബൈ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ പ്ലസ് വി. രണ്ട് ഭാഗത്തു നിന്നും വി ക്യാൻസൽ ചെയ്യും. ഇവിടുന്ന് ഒരു വിയും ഇവിടുന്ന് ഒരു വിയും പോട്ടെ. അപ്പോൾ അതാ ഇങ്ങനെയുള്ളത്. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു. വി ഉള്ള ടേം ഒക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഡി വി ബൈ റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ. ഓക്കെ, ബൈ ഡി എക്സ് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ഡി എക്സ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ ബൈ എക്സ്. ഇത് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. വേരിയബിൾ സെപ്പറബിൾ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വേരിയബിൾ സെപ്പറബിളിലേക്ക് നിങ്ങൾക്ക് അവസാനം കിട്ടും.
ഇതേതാ ഫോം? ഇത് നോക്കിയത് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലുള്ളത്. റൂട്ടിൻ്റെ ഉള്ളിൽ ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ആൻസർ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എങ്ങനെ ഫൈൻഡ് ചെയ്യുക? സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് എഴുതുകയാണെങ്കിൽ ഇതാ നോക്കിക്കേ, ഈ രീതിയിലാണെങ്കിൽ ഇതാ നോക്ക്, ഇത് നിങ്ങൾ പഠിച്ചൊരു സംഭവമാണ്. ഞാൻ ഇവിടെ വെറുതെ എഴുതിയേക്കാം. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓർ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു? ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ഇതായിരുന്നു സ്റ്റാൻഡേർഡ് റിസൾട്ട്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് ചെയ്തു. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്തു? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇതെങ്ങനെ ചെയ്താൽ ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ഈസ് ആക്ച്വലി 1 സ്ക്വയർ ആൻഡ് എക്സിന് പകരം വി ഉണ്ട് അല്ലേ. അപ്പോൾ ലോഗ് മോഡ് നോക്കിക്കോ, ലോഗ് മോഡ് എക്സിന് പകരം വി അല്ല ഉള്ളത്. അപ്പോൾ ലോഗ് മോഡ് എക്സ് പ്ലസ് പിന്നെ എന്താണോ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് അത്, അതായത് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് വി സ്ക്വയർ അല്ലെങ്കിൽ 1 പ്ലസ് വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു അവിടെയോ ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് അല്ലേ. അപ്പോൾ ലോഗ് എക്സ് പ്ലസ് സി. ഓക്കെ, ഇനി എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിൽ രണ്ട് ഭാഗത്തും എക്സ്പോണൻസ് എടുക്കുക. എക്സ്പോണൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതങ്ങ് ക്യാൻസൽ ചെയ്യാം. അത് നോക്ക്, ഇ റൈസ് ടു ലോഗ് മോഡ് വി പ്ലസ് റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് എക്സ് പ്ലസ് സി. പ്രശ്നമുണ്ടോ? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണെങ്കിൽ എ റൈസ് ടു എം പ്ലസ് എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇതാ ഈയും ലോഗും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വി പ്ലസ് റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ എന്ന് കിട്ടും. അവിടെ നിങ്ങൾക്ക് ഇ റൈസ് ടു ലോഗ് എക്സ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണെങ്കിലാണ് എ റൈസ് ടു എം പ്ലസ് എന്ന് പറയാം. ഓക്കെ, പോട്ടെ. ഈയും ലോഗും വന്നിട്ടുണ്ടെങ്കിൽ അതും ക്യാൻസൽ ചെയ്തു. വി പ്ലസ് റൂട്ട് 1 പ്ലസ് വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഈയും ലോഗും ക്യാൻസൽ ചെയ്താൽ എക്സ്. ഇ റൈസ് ടു സി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ അതിനെ നമുക്ക് വീണ്ടും സി എന്ന് തന്നെ കൊടുത്താൽ മതി. ഇ റൈസ് ടു 3 ഇ റൈസ് ടു സി. ഇ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റാണ്. കോൺസ്റ്റന്റിന്റെ പവറിൽ ഒരു കോൺസ്റ്റന്റ് വന്നാൽ വീണ്ടും കോൺസ്റ്റന്റ്. അപ്പോൾ വേറെ ഏതൊരു കോൺസ്റ്റന്റ് സി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? ഇല്ല. നമ്മൾ ഈ വിനൊന്ന് ജസ്റ്റ് റീപ്ലേസ് ചെയ്യണം. വിക്ക് പകരം നിങ്ങൾ കൊടുത്തത് വൈ ബൈ എക്സ് അല്ലേ. അപ്പോൾ അത് ഇങ്ങനെ വരും, വൈ ബൈ എക്സ് പ്ലസ് റൂട്ട് 1 പ്ലസ് വൈ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ദാ വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്ന് വരും വിച്ച് ഈസ് ഈക്വൽ ടു സി എക്സ്. റെഡി? ഇതൊന്നും കൂടി അടിപൊളിയാക്ക്. വൈ ബൈ എക്സ് പ്ലസ് റൂട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു സി എക്സ്. ഒന്നുകൂടി നല്ലതുപോലെ ആക്കിയിട്ട് ചെയ്താൽ നമുക്കതാ അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കേ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മാറ്റുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും. വൈ ബൈ എക്സ് പ്ലസ് വലിയ ചോദ്യമാണ് കേട്ടോ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇങ്ങനെ എഴുതി കൂടെ. ഇത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് സ്ക്വയർ പറ്റൂല. ഈ റൂട്ട് എക്സ് സ്ക്വയറിനും ബാധകല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു സി എക്സ്. ഈ റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആയതുകൊണ്ട് വൈ ബൈ എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു സി എക്സ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇത് കോമൺ ആയേ. അപ്പോൾ വൈ പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ. ഡിനോമിനേറ്റർ സെയിം അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു സി എക്സ്. ഈ ബൈ എക്സ് അങ്ങോട്ട് കൊണ്ടോ. അപ്പോൾ വൈ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. അപ്പോൾ സി എക്സ് സ്ക്വയർ. ദിസ് ഈസ് ദ ആൻസർ. ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോയിക്കും. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ തന്നെ കിട്ടും. റെഡി? വലിയ ചോദ്യമാണ്. ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. സോ ആൻഡ് അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അത് ലീനിയർ ആണ് എന്നുള്ളത്. ചോദ്യം നോക്കും. ഇഫ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു എക്സ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതെങ്ങനെ ലീനിയർ ആണെന്ന് മനസ്സിലാവുക? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഓൾവേസ് ഇൻ ദ ഫോം ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ. ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണെങ്കിൽ നോക്ക്, ഈ പിയും ക്യൂവും പി കോമ ക്യൂ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ എക്സിൻ്റെ ടേമിലുള്ള ഫങ്ഷൻസ് ആയിരിക്കും. എക്സിൻ്റെ ടേമിലുള്ള ഫങ്ഷൻസ് കോൺസ്റ്റന്റ് ഓർ ഫങ്ഷൻസ് ഇൻ ടേംസ് ഓഫ് എക്സ്. ഓക്കെ, ടേംസ് ഓഫ് എക്സ്. ഇങ്ങനെ ആയിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ചെയ്യുന്നതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എപ്പോഴും ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാകണം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കണം. പ്ലസ് വൈയുടെ ടൈമുള്ള ഒരു സംഭവം വേണം. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേണം. ഇവിടെ അങ്ങനെയാണോ? അല്ല. അപ്പോൾ അത് ആദ്യം നിങ്ങളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതാക്കാൻ വേണ്ടിയിട്ട്, ലീനിയർ ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും നോക്ക്. ഓർഡറും ഡിഗ്രിയും. ഓർഡർ ഹയസ്റ്റ് ഓർഡർ അവിടെ വരുന്നത് എന്താ? ഫസ്റ്റ് ഡിഗ്രി. ഫസ്റ്റ് ഓർഡർ അല്ലേ വരുന്നത്? ഫസ്റ്റ്. അതിൻ്റെ പവർ വരുന്നത് എന്താ? അത് 1 തന്നെ. അപ്പോൾ ഓർഡറും ഡിഗ്രിയും എന്ത് തന്നെയാണ്? 1. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറൊക്കെ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനാദ്യം ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റുക. ഡി വൈ ബൈ ഡി എക്സ് ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു എക്സ് അല്ലേ. ഇവിടെ ഒരു എക്സും കൂടിയില്ലേ. നിങ്ങൾ
ഇവിടെയുള്ള ഈ എക്സ് ഒഴിവാക്കി കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അവിടെ മാത്രം അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എക്സും ക്യാൻസൽ ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നമുക്ക് കിട്ടും dy/dx എന്നാണ്. അപ്പോൾ dy/dx പ്ലസ് y/x വിച്ച് ഈസ് ഈക്വൽ ടു ദിസ് എക്സ് ആൻഡ് ദിസ് എക്സ് ക്യാൻസൽഡ് e⁻x. ഇനി നിങ്ങൾ പറ, ഈ വൈയുടെ കൂടെ ഉള്ളത് എന്താണോ അതാണ് ആക്ച്വലി പി. വൈയുടെ കൂടെ എന്താ ഉള്ളത്? 1/x. ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് എക്സിൻ്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എക്സിൻ്റെ ടേമിലുള്ള ഫംഗ്ഷനാണ് പിയും ക്യൂയും, കോൺസ്റ്റൻ്റ് അല്ല. ഇനി അടുത്തത്, ആദ്യത്തെ ചോദ്യം നിങ്ങളോട് ചോദിച്ചത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നല്ലേ? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്താനുള്ള ഇക്വേഷൻ, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ IF എന്നൊക്കെ വിളിക്കും കേട്ടോ, ഷോർട്ടാക്കിയിട്ട് IF. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ e⁻ഇന്റഗ്രൽ പി ഡി എക്സ് ആണ്. അതായത് e⁻ഇന്റഗ്രൽ പി എന്താ? 1/x dx എന്ന് വരും. ഇൻ്റഗ്രൽ 1/x എന്താ? log x ആ. അപ്പോൾ e⁻log x എന്ന് എഴുതിയാൽ മതി. പ്ലസ് സി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്ക് ഓൾറെഡി അവസാനം നമ്മൾ കോൺസ്റ്റൻ്റ് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് അത് ഒഴിവാക്കാം. ഈയും ലോഗും ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വലി എക്സ് എന്ന് കിട്ടും. ഇതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി അടുത്ത നോക്ക്, ജനറൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാന്നറിയോ? ഇതാ നോക്കിക്കേ, സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ സൊല്യൂഷൻ ചെയ്താൽ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ കിട്ടിയത്? എക്സ്. അപ്പോൾ ദാ y ഇൻറ്റു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ എന്താടാ? ക്യൂ അവിടെ ക്യൂ ഈസ് ഈക്വൽ ടു e⁻x ആ. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് e⁻x നമ്മുടെ ക്യൂ കേട്ടോ. പിന്നെ ഇതാ ഡി എക്സ് കൊടുത്തു, അവസാനം പ്ലസ് സി വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്ക്, ഇനി എങ്ങനെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ദിസ് ഈസ് പാർട്സ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, രണ്ട് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഹൈലൈറ്റ് റൂൾ, ഇൻവേഴ്സ്, ലോഗ്, ഓൾജിബ്ര കഴിഞ്ഞിട്ട് ട്രിഗണോമെട്രി കഴിഞ്ഞിട്ടാണ് എക്സ്പോണൻഷ്യൽ വരുന്നത്. അപ്പോൾ ദാ ഇത് ഓൾജിബ്ര, ഇത് ട്രിഗണോമെട്രി. അപ്പോൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്തോ, അപ്പോൾ ആൻസർ കിട്ടും. yx ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു എങ്ങനെയായിരുന്നു ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് d/dx ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് അല്ലേ? ശരിയല്ലേ? എന്നിട്ട് കിട്ടുന്ന ആൻസറിനല്ലേ ഒന്നുകൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്ന സമയത്ത് yx ഈസ് ഈക്വൽ ടു എക്സ് e⁻x മൈനസ് d/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1, e⁻xൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ e⁻x. അവസാനമുള്ള സി വരെ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇതാ പ്ലസ് സി ലാസ്റ്റ് ഇട്ട് കൊടുത്തോട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ പ്ലസ് സി ഇട്ട് കൊടുക്കാം, അത് അവസാനം കൊടുത്താലും മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ yx ഈസ് ഈക്വൽ ടു എക്സ് e⁻x മൈനസ് 1 ഇൻറ്റു e⁻x എന്ന് പറഞ്ഞാൽ e⁻x ആ. e⁻xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e⁻x തന്നെ കിട്ടാം, പ്ലസ് സി. അപ്പോൾ ഇതാണ് ആൻസർ. വേണമെങ്കിൽ ഈ എക്സ് ഇങ്ങോട്ട് വെച്ച് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഗോട്ട് ഇറ്റ്? ലീനിയർ ചെയ്യാൻ നല്ല രസമാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേഷൻ പ്രോപ്പറായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം കൂടി ചെയ്താൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഷോ ക്വസ്റ്റ്യൻസ് നോക്കും. Consider the differential equation dy/dx plus y tan x sec x. Okay, note the points. Find the integrating factor. അതിൻ്റെ മുമ്പ് വൈയുടെ കൂടെ എന്താണോ ഉള്ളത് അതായിരിക്കും എപ്പോഴും നിങ്ങൾ പി ആയിട്ട് എടുക്കേണ്ടത്, ഇവിടെ ഉള്ളതായിരിക്കും ക്യൂ ആയിട്ട് എടുക്കേണ്ടത്. അതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കണം, ഇത് dy/dx എന്ന് പറഞ്ഞായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വൈയുടെ കൂടെ ഉള്ളത് മാത്രമേ നിങ്ങൾ പി എന്ന് എടുക്കാൻ പറ്റൂ. ഓക്കെ, ഇവിടുത്തെ നമ്മൾ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ dy/dx ആക്കിയിട്ട് വൈയുടെ കൂടെ ഉള്ളത് പി ആയിട്ട് എടുത്തത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് പി ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? tan x. പി ഈസ് ഈക്വൽ ടു tan x ആണെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു എന്താ നോക്കുക നിങ്ങൾ? sec x. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലേ? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e⁻ഇന്റഗ്രൽ പി ഡി എക്സ്. ആൻഡ് വാട്ട് ഈസ് പി? പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ tan x അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ tan x dx. tan xൻ്റെ ഡെറിവേറ്റീവ് ലോഗ് മോഡ് sec x ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ e⁻log മോഡ് sec x അല്ലെങ്കിൽ log sec x എന്ന് എഴുതാം. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ലോഗും ഇയും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആൻസർ ഈസ് sec x. അത് കിട്ടി, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. സൊല്യൂഷൻ വേണം അടുത്ത സ്റ്റെപ്പിൽ. നോക്ക് നിങ്ങൾ, എങ്ങനെയാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എഴുതുക? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ക്യൂ അല്ലെങ്കിൽ ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഡി എക്സ് പ്ലസ് സി. ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈസ് ആക്ച്വലി നമുക്ക് കിട്ടിയ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ sec x അല്ലേ? അപ്പോൾ y sec x ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ എന്ന് പറഞ്ഞാലും sec x. അപ്പോൾ sec x ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അഗെയിൻ sec x. sec x ഇൻറ്റു sec x എന്ന് പറഞ്ഞാൽ sec² x അല്ലേ? അപ്പോൾ y sec x ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ sec² x dx പ്ലസ് സി. വാട്ട് ഈസ് ഇൻ്റഗ്രൽ sec² x? ദാറ്റ് ഈസ് ഈക്വൽ ടു tan x. നമുക്കറിയാവുന്നതാണ്. അപ്പോൾ y sec x ഈസ് ഈക്വൽ ടു tan x പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ.
ജനറൽ സൊല്യൂഷൻ അത്ര എഴുതിയാൽ മതി. പെർട്ടിക്കുലർ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈങ് y = 1 ആൻഡ് x = π/4. വെൻ y = 1 ആൻഡ് x = π/4 അതാണ് അടുത്ത് ചെയ്യേണ്ടത്. y = 1 x = π/4. ഈ സമയത്തുള്ള സൊല്യൂഷൻ, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഈ നമ്മുടെ എക്സും വൈയും ഒരു വാല്യൂ ആകുന്ന സമയത്തുള്ള സൊല്യൂഷൻ, അതിന് നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ y = sec x tan x + c എന്ന് പറയുന്നത് y sec x which is equal to tan x + c എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, yക്ക് പകരം ആ വാല്യൂ കൊടുക്കുക 1 ഇൻറ്റു sec x എന്ന് പറഞ്ഞാൽ sec π/4, tan x എന്ന് പറഞ്ഞാൽ tan π/4 പ്ലസ് c. ഓക്കെ, ആൻഡ് sec π/4 എന്ന് പറഞ്ഞാൽ cos π/4ൻ്റെ റെസിപ്രോക്കൽ. വാട്ട് ഈസ് cos π/4? 1/√2 റെസിപ്രോക്കൽ എത്രയാണ്? √2. അപ്പോൾ 1 ഇൻറ്റു √2 വിച്ച് ഈസ് ഈക്വൽ ടു tan π/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 + c. 1 ഇൻറ്റു √2 അല്ലേ, ഈ +1 ഇങ്ങോട്ട് വന്നാൽ -1 ആവും. അപ്പോൾ √2 - 1 ആണ് ആക്ച്വലി എന്ത്, c. അതുകൊണ്ട് നിങ്ങളുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ആ സീൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്യുക. അതായത് y sec x വിച്ച് ഈസ് ഈക്വൽ ടു tan x + c അല്ലേ, ആ സീൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്യും. y sec x വിച്ച് ഈസ് ഈക്വൽ ടു tan x പ്ലസ് c, സിക്ക് പകരം √2 - 1, അപ്പോൾ പ്ലസ് √2 - 1. ഇതാണ് എന്ത്, നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും 2 എണ്ണം പഠിച്ചല്ലോ. അപ്പോൾ എല്ലാ ടൈപ്പും ഏകദേശം പഠിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ മോഡലുള്ള പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ ചാപ്റ്ററും സെറ്റാണ്. അടിപൊളിയായിട്ട് പഠിക്കുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസും ഇങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് ഇരുന്ന് പഠിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് എക്സാമിന് പോവുക. ഓൾ ദ ബെസ്റ്റ്, ബൈ.